ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഇന്നലെ നമ്മൾ ചിന്തിച്ചതിൻ്റെ ബാക്കിയാണ്. 6th എക്സ്റ്റൻഷൻ്റെ ഭാഗമായി എന്തൊക്കെ കാരണങ്ങളാലാണ് ഈ എക്സ്റ്റൻഷൻ ഭൂമിയിൽ സംഭവിക്കുന്നത്, അത് വിശുദ്ധ ഗ്രന്ഥത്തിലെ സഫാനിയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-3 വചനങ്ങൾ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുമായി കമ്പയർ ചെയ്താണ് നമ്മൾ ചിന്തിക്കുന്നത്. വളരെയധികം കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്, എല്ലാം കൂടെ പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചില പോയിൻറ്റ്സ് മാത്രമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സീ ലെവൽ റൈസ് ചെയ്താൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസിനെ പറ്റി പറഞ്ഞിരുന്നു. സമുദ്രനിരപ്പ് ഉയർന്നാൽ അതെങ്ങനെയാണ് സമുദ്രനിരപ്പ് ഉയരുന്നത് എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒറ്റ പോയിൻ്റേ ഉള്ളൂ. ഇന്ന് നമ്മളെല്ലാം എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനം. ഇതിന് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മളിന്ന് പറയുന്നത്. കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത് സമുദ്രത്തിലെ പ്രവാഹങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഓഷ്യൻ കറൻസ് ആണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, സമുദ്രത്തിൻ്റെ സാൾട്ടിനിറ്റി, അതിനുള്ള ഉപ്പിൻ്റെ അളവ്, അതുപോലെ ടെമ്പറേച്ചർ, വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ, ഈ 2 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത്. അതായത് സമുദ്രത്തിലെ ജലത്തിൻ്റെ സാൾട്ടിനിറ്റിയും അതുപോലെ ആ ജലത്തിൻ്റെ ടെമ്പറേച്ചറും. ഇവിടെ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഐസ്, ആർട്ടിക്കിലും അന്റാർട്ടിക്കിലുമൊക്കെ ഐസ് ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അതിതുപോലെ പോയാൽ, അതുപോലെ മഴ കൂടും. കാരണം അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നതനുസരിച്ച് മഴ കൂടും. ഇങ്ങനെ സംഭവിച്ചാൽ സമുദ്രത്തിലേക്ക് ഒത്തിരിയേറെ ശുദ്ധജലം ഒഴുകിയെത്തും. നമ്മൾ സങ്കല്പിക്കുന്നതിലുമൊക്കെ വളരെ അധികമായി ശുദ്ധജലം ഒഴുകിയെത്തും. നമുക്കറിയാം, ഭൂമിയുടെ ഏതാണ്ട് 70% ജലമാണ്, ബാക്കിയുള്ളൂ കര. ആ 70% ജലമുള്ളതിൽ ഏതാണ്ട് 3% താഴെ മാത്രമേ ഉള്ളൂ ശുദ്ധജലം, ഫ്രഷ് വാട്ടർ. ബാക്കി 97% സോൾട്ട് വാട്ടറാണ്, ഉപ്പ് വെള്ളമാണ്. അപ്പോൾ ഈ റേഷ്യോ, ഞാൻ അപ്രോക്സിമേറ്റ് ആണ് പറയുന്നത്, ഈ 97:3 എന്ന റേഷ്യോ, 97:3 എന്ന ആ റേഷ്യോ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് നമുക്ക് ഒരുവിധം സ്ഥിരമായ ഒരു കാലാവസ്ഥ ലഭിക്കാൻ. എന്നാൽ ഇപ്പോൾ എന്തു പറ്റുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഫ്രഷ് വാട്ടറിൻ്റെ അളവ് സമുദ്രത്തിൽ കൂടുന്നത് കൊണ്ട് ഈ 97:3 എന്നുള്ള ആ റേഷ്യോയ്ക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ശുദ്ധജലത്തിൻ്റെ അളവ് സമുദ്രത്തിൽ കൂടുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുന്നു, ജലത്തിൻ്റെ. അതുപോലെ സാൾട്ടിനിറ്റിയിൽ, ഉപ്പിൻ്റെ ആ കോൺസെൻട്രേഷനിലും വ്യത്യാസം വരുന്നു. അങ്ങനെ വരുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് ഓഷ്യൻ കറൻസ് താറുമാറാകും. ഓഷ്യൻ കറൻസ് ഓൾട്ടർ ചെയ്യപ്പെടും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഓഷ്യൻ കറൻസ് മറിഞ്ഞാൽ ലോകത്തിൻ്റെ കാലാവസ്ഥ മൊത്തത്തിൽ മറിയും. കാരണം ഓരോ റീജിയണിലും ഓരോ കറൻസാണ് ഈ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത്. അപ്പം മൊത്തത്തിൽ ഈ കറൻസ് എല്ലായിടത്തും
ഈ ഓഷ്യൻ കറൻസ്, ഈ സമുദ്രത്തിലെ പ്രവാഹങ്ങൾ എല്ലായിടത്തും മാറി മറിയുമ്പോൾ ഇതാ ലോകത്തിൻ്റെ മുഴുവൻ കാലാവസ്ഥയും മാറി മറിയും. അതുകൊണ്ടാണ് നമ്മളൊക്കെ പറയുന്നത് പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല, കാലാവസ്ഥയെല്ലാം മാറി മറിയുന്നു. അതിൻ്റെ കാരണമാണ് നാം ഇപ്പോൾ ചിന്തിച്ചത്. ഇത് വരും കാലങ്ങളിൽ വളരെയധികം വേഴ്സാകും എന്ന് എല്ലാ സ്റ്റഡികളും ഒരുപോലെ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ദൈവവചനത്തിന് മാറ്റമില്ല. 2600-700 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പ്രവാചകന്മാരിലൂടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അത് സംഭവിക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ നാം കാണുന്നു. അത് എങ്ങനെയാണിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ശാസ്ത്രീയമായി നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇത് പ്രവചിച്ച സമയത്ത് ഈ ശാസ്ത്രമൊന്നും ഒരു രീതിയിലും ഡെവലപ്പായിരുന്നില്ല, ഇങ്ങനെയൊന്നുമില്ല. എന്നാൽ വളരെ കൃത്യമായിട്ട് ഇതെല്ലാം ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ദൈവവചനം വിശ്വാസയോഗ്യമാണ് എന്നുള്ള ആ ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുന്നു. നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം.